നമസ്കാരം, ഞാൻ മധു പുന്നപ്ര. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അജ്ഞാതനായ ഒരു സുഹൃത്ത് എൻ്റെ മൊബൈലിലേക്ക് അയച്ചു തന്ന ഒരു മെസ്സേജ്, ഒരു സന്ദേശം. തീർച്ചയായും പുതിയ കുടുംബങ്ങൾക്ക്, പുതിയ തലമുറയ്ക്ക് ഈ മെസ്സേജ്, ഈ സന്ദേശം ഏറെ ഉപകാരപ്പെടും എന്ന് തോന്നിയതിനാൽ ഞാൻ അതിനൊരു തിരക്കഥയുടെ രൂപം നൽകി സംവിധാനം ചെയ്ത് നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. പ്രോത്സാഹിപ്പിക്കും, അനുഗ്രഹിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ് തിരികെ. സാരമില്ല, തിരിച്ചു വരുമെന്നേ. ഇല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താം. പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട്, ഞാൻ ഇറങ്ങുക. ഹലോ, ശാന്തി ഭവനിലുണ്ടെന്നോ? ഒരാഴ്ച ഇവിടെ വന്നിട്ട്. ആണോ? ഞാനിപ്പോ വന്നേക്കാം. ശരി, പോന്നോളൂ. ഇപ്പൊ തന്നെ കൊണ്ടുപോയേക്കാം. ഷൈനി, ശാന്തി ഭവനിലുണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ലേ എന്റെ മോൻ എന്നെ അന്വേഷിച്ചു വരുമെന്ന്. അവനെ ഞാൻ അങ്ങനെയാ വളർത്തിയ. സൗന്ദര്യവും പണമൊന്നും വേണ്ട, അനാഥാലയത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിയാൽ മതിയെന്ന് ഞാൻ അവനോട് പറഞ്ഞ അക്ഷരം പ്രതി അവനനുസരിച്ച്. അതാ എന്റെ മോൻ. ഒന്നോർത്താൻ നിങ്ങൾ ഭാഗ്യവതിയാ. കണ്ടില്ലേ ഞങ്ങളെ, എത്ര വർഷമായിട്ട് ഇവിടെ കിടക്കുക, ആർക്കും വേണ്ടാത്ത ഓരോ ജന്മങ്ങള്. തുണിയൊക്കെ ഞങ്ങൾ എടുത്തു വെക്കാം, ചേച്ചി വേഗം ഒരുങ്ങിക്കോ. ഒരാഴ്ച ചെയ്തറേ, നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. സാറിനറിയോ, കാണാതായ അന്ന് മുതൽ ഞാൻ ജോലിക്ക് പോലും പോയിട്ടില്ല. കാണാതായപ്പോ ഇത്ര അടുത്തല്ലേ, ഇവിടെ ഒന്ന് അന്വേഷിക്കാമായിരുന്നല്ലോ. അത്രയ്ക്കൊന്നും ഞാൻ ചിന്തിച്ചില്ല സാറേ. എന്തായാലും കണ്ടെത്തിയല്ലോ. ഇന്നു മുതൽ എനിക്ക് പപ്പിയെ കാണാമല്ലോ. ഇനി ഞാൻ സ്കൂളിൽ പോകും.
അല്ല എവിടെ? ഞാനിപ്പോൾ വരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യും. ആ പെട്ടെന്നാവട്ടെ, നീ കൊണ്ടുവാ. ഞാൻ എൻ്റെ അടുത്തോളാം. പപ്പിക്കുട്ടി തക്കടൂ. ഡാ പപ്പി പപ്പി എന്നാലും എൻ്റെ പപ്പിക്കുട്ടാ, ഞങ്ങളെയൊക്കെ വിട്ടുപോവാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ? നിങ്ങൾ അമ്മ ഇവിടെ ആക്കി അന്ന് കയറി വന്നതാ ഈ പട്ടി. പിന്നെ ഇവൻ അമ്മയോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ നിങ്ങളെ വിളിക്കായിരുന്നത്. മാധവിയമ്മേ, അവരുടെ ഒരു സന്തോഷം കണ്ടില്ലേ? അതെ അതെ. പെട്ടെന്ന് വാങ്ങിക്കോട്ടെ. പപ്പിയെ ഒരാഴ്ച നോക്കിയതല്ലേ, ഇതിരിക്കട്ടെ.